നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവർ ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായിയുമാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായിയുമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം. സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ പേടകമായ വോസ്റ്റോക്ക് 1 സഞ്ചരിച്ച് 1961 ഏപ്രിൽ 12 ബഹിരാകാശത്ത് എത്തി ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ച ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ. വായുവിൻ്റെ അഭാവത്തിൽ ആകാശത്തിൻ്റെ നിറവും ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറവും ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറവും കറുപ്പാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് 1969 ഓഗസ്റ്റ് 15 ബംഗളൂരുവിലെ അന്തരിക്ഷ് ഭവൻ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. ആണവോർജ വകുപ്പിൻ്റെ കീഴിലായിരുന്ന ISRO 1972 സെപ്റ്റംബർ മുതൽ ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായി. ISROയുടെ ലോഗോയിലെ നിറങ്ങൾ ഓറഞ്ച്, നീല എന്നിവയാണ്. ISROയുടെ മൂന്നാമത് റോക്കറ്റ് ലോഞ്ച് പാഡും രണ്ടാമത് സ്പേസ് പോയിന്റും നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണത്തിലാണ്. നിലവിലെ ISRO ചെയർമാൻ S. സോമനാഥും റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ K. ശിവനും റോക്കറ്റ് വിമൺ ഓഫ് ഇന്ത്യ ഋതു കരിഥല്ലും നിലവിലെ VSSC ഡയറക്ടർ S. ഉണ്ണികൃഷ്ണൻ നായരുമാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയും ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയും മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഒഡീഷയിലെ ചാന്ദിപ്പൂറിലെ വീലർ ദ്വീപുമാണ്. നിലവിൽ ഇത് അറിയപ്പെടുന്നത് അബ്ദുൾ കലാം ദ്വീപ് എന്നാണ്. റോക്കറ്റുകൾ നിർമ്മിക്കുക എന്ന ഉത്തരവാദിത്വമുള്ള ISROയുടെ അനുബന്ധ ഏജൻസിയാണ് തിരുവനന്തപുരം തുമ്പ ആസ്ഥാനമായിട്ടുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC. ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണിത്. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പയിൽ നിന്നും ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റാണ് നൈക് അപ്പാച്ചെ. വർഷം 1963 നവംബർ 21. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കൂടിയാണിത്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം, ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നിങ്ങനെ അറിയപ്പെടുന്ന ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ നെല്ലൂരിലാണ്. ഇവിടെ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് രോഹിണി. ബഹിരാകാശ പര്യവേക്ഷണത്തെക്കുറിച്ചുള്ള പദ്ധതിരേഖ തയ്യാറാക്കുക എന്ന കടമ നിർവഹിക്കുന്ന ഏജൻസി സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററും ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുമാണ്. ISROയുടെ ആദ്യ ചെയർമാൻ ആയ വിക്രം സാരാഭായ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജനിച്ചു. അഹമ്മദാബാദിലെ വിക്രം സാരാഭായ് റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിക്കുവാൻ നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൾ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്ന അദ്ദേഹം ISROയുടെ ചുമതല വഹിച്ചപ്പോൾ വികസിപ്പിച്ച ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ് SLV-3, PSLV എന്നിവ. അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു. ISROയുടെ അന്തരീക്ഷ ഭവൻ കർണാടകയിലെ ബംഗളൂരുവിലും മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി
MCF കർണാടകയിലെ ഹാസനിലും മധ്യപ്രദേശിലെ ഭോപ്പാലിലും, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഗുജറാത്തിലെ അഹമ്മദാബാദും, സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദും, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്റർ LPSC കർണാടകയിലെ ബംഗളൂരുവിലും, തിരുവനന്തപുരത്തെ വലിയമലയിലും, URIO സാറ്റലൈറ്റ് സെന്റർ URSC ബംഗളൂരുവിലും, സതീഷ് ധവാൻ സ്പേസ് സെന്റർ SDSC ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലും, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC തിരുവനന്തപുരത്തും, തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ TERLS തിരുവനന്തപുരത്തെ തുമ്പയിലും, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRSC തെലങ്കാനയിലെ ഹൈദരാബാദും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് IIRS ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലും, നാഷണൽ അറ്റ്മോസ്ഫറിക് റിസർച്ച് ലബോറട്ടറി NARL ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലും, നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ NISAC മേഘാലയയിലെ ഷില്ലോങ്ങും, ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് IDSN ബംഗളൂരുവും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി IIST തിരുവനന്തപുരത്തെ വലിയമലയിലും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് IIA ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്നിവ ബംഗളൂരുവും, സ്പേസ് ടെക്നോളജി ഇൻക്യുബേഷൻ സെന്റർ STIC ത്രിപുരയിലെ അഗർത്തല NITയിലും സ്ഥിതി ചെയ്യുന്നു. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഏജൻസികളാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും. വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളടങ്ങിയ പേടകങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ ഇവയൊക്കെയാണ്: ഭൂവിഭവങ്ങളായ പെട്രോളിയം, ധാതുലവണങ്ങൾ തുടങ്ങിയവയുടെ കണ്ടെത്തൽ, മത്സ്യസമ്പത്ത് കണ്ടെത്തൽ, TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് തുടങ്ങിയ വാർത്താവിനിമയ ഉപാധികളുടെ പ്രവർത്തനങ്ങൾ, കാലാവസ്ഥാ പഠനം, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകൽ, ബഹിരാകാശ ഗവേഷണം, വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട 1975 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയനിലെ വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ വച്ച് വിക്ഷേപിച്ചു. ഇതിൻ്റെ വിക്ഷേപണ വാഹനം C-1 ഇന്റർ കോസ്മോസ് ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹമായ ഭാസ്കര 1 വിക്ഷേപിച്ചത് 1979 ജൂൺ 7 ഇതിൻ്റെ ഭാരം 442 കിലോഗ്രാമാണ്. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടിയാണിത്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം 35 കിലോ ഭാരമുള്ള 1979 ഓഗസ്റ്റ് 10 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച രോഹിണിയാണ്. എന്നാൽ ഇത് പരാജയപ്പെട്ടു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിക്ഷേപണ വാഹനമായ SLV-3 പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഈ വിക്ഷേപണ വാഹനമാണ് രോഹിണിയുടെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ചത്. രോഹിണി ഉപഗ്രഹത്തിൻ്റെ തുടർച്ചയായി ISRO വികസിപ്പിച്ച ശാസ്ത്ര പര്യവേഷണ ഉപഗ്രഹമാണ് സ്ട്രെച്ച്ഡ് രോഹിണി സാറ്റലൈറ്റ് സീരീസ് SROS. 1987 മാർച്ച് 24 SROS 1 വിക്ഷേപിച്ചു. എന്നാൽ ഇത് പരാജയപ്പെട്ടു. 1992 മെയ് 20 ASLV-D3 എന്ന വിക്ഷേപണ വാഹനത്തിൽ വിജയകരമായി വിക്ഷേപിച്ച ആദ്യ SROS സീരീസ് ആണ് SROS-C. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏരിയൽ പാസഞ്ചർ പെലോഡ് എക്സ്പെരിമെൻറ്റ് ആപ്പിൾ 670 കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹത്തെ ഏരിയൻ 1 V3 എന്ന വിക്ഷേപണ വാഹനത്തിൽ 1981 ജൂൺ 19 കൗറു എന്ന സ്ഥലത്തു നിന്നും വിക്ഷേപിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം 1982 കൗറുവിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം INSAT-1 ആണ്. എന്നാൽ ഇത് പരാജയപ്പെട്ടു.
ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം 1992 ജൂലൈ 10 ഫ്രഞ്ചിലെ ഗയാനയിലെ കൗറോയിൽ നിന്നും വിക്ഷേപിച്ച ഇൻസാറ്റ് 2A ആണ്. വാർത്താവിനിമയത്തിനായി ഇന്ത്യ ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങൾ ഇൻസാറ്റ് സീരീസും പര്യവേഷണം, പ്രകൃതി വിഭവങ്ങളുടെ വിവരം ശേഖരിക്കൽ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ IRSഉം ആണ്. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനം GSLVയും IRS ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ PSLVയുമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന സാറ്റലൈറ്റ് 1988 മാർച്ച് 17 വോസ്തോക്ക് എന്ന വിക്ഷേപണ വാഹനം വഴി കസാഖിസ്ഥാനിലെ ബക്കനൂരിൽ നിന്നും വിക്ഷേപിച്ച IRS-1A ആണ്. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം IRSP-4 എന്നറിയപ്പെടുന്ന 1999 മെയ് 26 ശ്രീഹരിക്കോട്ടയിൽ നിന്നും PSLV-C2 വാഹനത്തിൽ നിന്നും വിക്ഷേപിച്ച ഓഷ്യൻസാറ്റ് 1 ആണ്. കാലാവസ്ഥാ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഓഷ്യൻസാറ്റ് 2. ഇന്ത്യയുടെ ചാര ഉപഗ്രഹമായി കരുതപ്പെടുന്നത് PSLV-C3 വിക്ഷേപണ വാഹനത്തിൽ നിന്നും 2001 ഒക്ടോബർ 22 വിക്ഷേപിച്ച ടെക്നോളജി എക്സ്പെരിമെന്റ് സാറ്റലൈറ്റ് ടെസ് ആണ്. 2002 സെപ്റ്റംബർ 12 കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം മെറ്റ്സാറ്റ് 1 അഥവാ കൽപ്പന 1 ആണ്. കൽപ്പന 1 എന്ന പേര് നൽകിയത് 2003 ഫെബ്രുവരി 5 ഇതിൻ്റെ വിക്ഷേപണ വാഹനം PSLV-C4 ആണ്. ഇന്ത്യൻ വംശജയായ വനിതാ ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയോടുള്ള ആദരസൂചകമായിട്ടാണ് AB വാജ്പേയി മെറ്റ്സാറ്റ് 1 കൽപ്പന 1 എന്ന പേര് നൽകിയത്. ഇന്ത്യയുടെ ആദ്യ GSAT സീരീസ് ഉപഗ്രഹമായ GSAT-1 വിക്ഷേപിച്ചത് 2001 ഏപ്രിൽ 18 ഇത് പരാജയപ്പെട്ടു. 2017 മെയ് 5 GSAT-9 വിക്ഷേപിച്ചു. ഇന്ത്യ 2015 വിക്ഷേപിച്ച 25ാമത് വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-6. സൗരബാഹ്യ ആവരണമായ കൊറോണ ചൂടാകുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന സുപ്രധാന ലക്ഷ്യം മുൻനിർത്തി ISRO രൂപകൽപ്പന ചെയ്യുന്ന സൂര്യപര്യവേഷണ ഉപഗ്രഹമാണ് ആദിത്യ L1. 400 കിലോഗ്രാം ഭാരമുള്ള ആദിത്യയെ ഭൂമിയുടെ 800 കിലോമീറ്റർ ഉയരമുള്ള പ്രദക്ഷിണപഥത്തിൽ ഉയർത്തി സ്ഥാപിക്കുവാൻ ആണ് ഉദ്ദേശിക്കുന്നത്. വിക്ഷേപണ വാഹനം PSLV-XL. PSLVയുടെ 50ാമത് ദൗത്യമാണ് PSLV-C48. 2020 നവംബറിൽ വിക്ഷേപിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് E0501. ഇതിൻ്റെ വിക്ഷേപണ വാഹനം PSLV-C49. 2021 ഓഗസ്റ്റിൽ ക്രയോജനിക് സ്റ്റേജിലെ തകരാർ മൂലം പരാജയപ്പെട്ട ISRO മിഷനാണ് EOS-03. ഇതിൻ്റെ വിക്ഷേപണ വാഹനം PSLV-F10. EOS-04 2022 ഫെബ്രുവരി 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും വിക്ഷേപിച്ചു. PSLV-C52 ആണ് വിക്ഷേപണ വാഹനം. പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ISRO നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം 2013 ഓഗസ്റ്റ് 30 വിക്ഷേപിച്ച GSAT-7 വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം EduSat 2004 സെപ്റ്റംബർ 20 ആണ്. EduSat എന്നറിയപ്പെടുന്ന GSAT-3 ഉപഗ്രഹം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം GSLV-F01 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G. മാധവൻ നായരും ആണ്. ഇന്ത്യയെ കൂടാതെ പ്രതിരോധ ഉപഗ്രഹം സ്വന്തമായുള്ള രാജ്യങ്ങളാണ് റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ചൈന എന്നിവ. ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ കാർട്ടോസാറ്റ് സീരീസും ഉപഗ്രഹാധിഷ്ഠിത അമർച്ചർ റേഡിയോ സേവനങ്ങൾ നൽകുന്നതിനായി കാർട്ടോസാറ്റ് 1 വിക്ഷേപിച്ച ചെറു ഉപഗ്രഹം ഹാൻഡ്സാറ്റും ആണ്. ഭ്രമണപഥത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം 2007 ജനുവരി 10 സ്പേസ് റിക്കവറി എക്സ്പെരിമെൻറ്റ് SRE-1 ആണ്.
ഇതിൻ്റെ വിക്ഷേപണ വാഹനം PSLV-C7. കാലാവസ്ഥാ നിരീക്ഷണത്തിന് പുറമെ അന്തരീക്ഷ താപനില, സാന്ദ്രത, മേഘങ്ങൾ, ഓസോൺ പാളിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം 2111 കിലോഗ്രാം ഭാരമുള്ള INSAT-3 DR ആണ്. GSLV-F-05 വിക്ഷേപണ വാഹനമായ ഇതിൻ്റെ ഭ്രമണ കാലാവധി 10 വർഷമാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച റഡാർ ഇമേജിംഗ് ഉപഗ്രഹം RISAT-1 PSLV-C19 വാഹനത്തിൽ 2012 ഏപ്രിൽ 26 വിക്ഷേപിച്ചു. ISROയുടെ 40ാമത് വാർത്താവിനിമയ ഉപഗ്രഹം 2019 ഫെബ്രുവരി 6 എറൈൻ 5VA 247 വിക്ഷേപണ വാഹനത്തിൽ നിന്നും ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നും വിക്ഷേപിച്ച GSAT-31 ആണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം 3423 കിലോഗ്രാം ഭാരമുള്ള 2018 നവംബർ 14 വിക്ഷേപിച്ച GSAT-29 ആണ്. വിക്ഷേപണ വാഹനം GSLV-MK3D2. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹം 3136 കിലോഗ്രാം ഭാരമുള്ള GSAT-19 ആണ്. മറ്റൊരു രാജ്യമായ ഫ്രാൻസിനു വേണ്ടി ഇന്ത്യ ഭ്രമണപഥത്തിൽ എത്തിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം 714 കിലോഗ്രാം ഭാരമുള്ള സപ്പോർട്ട് 7 ആണ്. 2019 മെയ് 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹമാണ് RISAT-2B. ഇതിൻ്റെ വിക്ഷേപണ വാഹനം PSLV-C46. RISAT-നോടൊപ്പം വിക്ഷേപിച്ച അനുസാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിച്ചത് തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണിത്. IRSP-6 എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം 2003 ഒക്ടോബർ 17 വിക്ഷേപിച്ച റിസോർസാറ്റ് ഫസ്റ്റ് ആണ്. 2011 ഏപ്രിൽ 20 വിക്ഷേപിച്ച റിസോർസാറ്റ് സെക്കൻഡിനോടൊപ്പം വിക്ഷേപിച്ച ഇൻഡോ റഷ്യൻ ചെറു ഉപഗ്രഹമാണ് യൂത്ത്സാറ്റ്. 2016 ഡിസംബർ 7 ഇന്ത്യ വിക്ഷേപിച്ച റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ റിസോർസാറ്റ്-2A ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ച വിക്ഷേപണ വാഹനമാണ് PSLV-C36. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം വലിയ പക്ഷി അഥവാ ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന 5854 കിലോഗ്രാം ഭാരമുള്ള എറൈൻ 5VA 246 വിക്ഷേപണ വാഹനത്തിൽ നിന്നും 2018 ഡിസംബർ 5 വിക്ഷേപിച്ചതാണ് GSAT-11. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹം 3477 കിലോഗ്രാം ഭാരമുള്ള GSAT-17 ആണ്. ഇവ രണ്ടിൻ്റെയും വിക്ഷേപണ സ്ഥലം കൗറു, ഫ്രഞ്ച് ഗയാന. ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ വാർത്താവിനിമയ ശൃംഖലകൾ മെച്ചപ്പെടുത്തുന്നതിനായി 2018 ഡിസംബർ 19 GSLV-F11 വിക്ഷേപണ വാഹനത്തിൽ നിന്നും വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-7A. ഇത് ആംഗ്രി ബേർഡ് എന്ന് അറിയപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലം കൂടുതൽ മികവോടെയും സൂക്ഷ്മതയോടെയും പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ PSLV-C43 വാഹനത്തിൽ നിന്നും 2018 നവംബർ 29 വിക്ഷേപിച്ച 380 കിലോഗ്രാം ഭാരമുള്ള ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് HSIS ഇന്ത്യയുടെ പ്രഥമ ഹൈസ്പെക്സ് ഉപഗ്രഹമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹം PSLV-C18 വാഹനത്തിൽ നിന്ന് വിക്ഷേപിച്ച മേഘോട്രോപിക്സിൻ്റെ വിക്ഷേപണവുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഇതിനോടൊപ്പം വിക്ഷേപിച്ച ചെറു ഉപഗ്രഹമാണ് കാൺപൂർ IITയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു. 2019 ജനുവരി 24 PSLV-C44 വാഹനത്തിൽ നിന്നും ISRO വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളാണ് മൈക്രോസാറ്റ് 6 കലാംസാറ്റ് V2. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹമായ കലാംസാറ്റ് V2 ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ്. ചെന്നൈ സ്പേസ് കിഡ്സ്
ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ വികസിപ്പിച്ച ഇതിൻ്റെ ഭാരം 1.26 കിലോഗ്രാം ആണ്. കലാം സാറ്റ് V2വിനേക്കാൾ ഭാരം കുറഞ്ഞ ഉപഗ്രഹങ്ങളായ കലാം സാറ്റ് 64 ഗ്രാം, ജയ്ഹിന്ദ് 1 33.39 ഗ്രാം എന്നിവ ഭ്രമണപഥത്തിൽ എത്തിയിട്ടില്ല. കൃഷി, ദുരന്ത നിവാരണം എന്നിവയുടെ സഹായത്തിനായി ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് ജുഗ്നു. സമുദ്രങ്ങളുടെ ഉപരിതലം സൂക്ഷ്മമായി പഠിക്കുന്നതിനായി വിക്ഷേപിച്ച സാറ്റലൈറ്റാണ് 2013 ഫെബ്രുവരി 25 സരൾ. വിക്ഷേപണ വാഹനം PSLV-C20. ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഫാൽക്കോൺ 9 എന്ന വിക്ഷേപണ വാഹനത്തിൽ നിന്നും വിക്ഷേപിച്ച എക്സീഡ് സാറ്റ് 1 ആണ്. ഇതിനോടൊപ്പം വിക്ഷേപിച്ചത് 63 ഉപഗ്രഹങ്ങളാണ്. വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് അമേരിക്ക വികസിപ്പിച്ചെടുത്ത ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം GPS. നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യൻ ബഹിരാകാശ രംഗം രൂപം നൽകിയ പദ്ധതിയാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം നിലവിൽ അറിയപ്പെടുന്നത് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കൺസ്റ്റലേഷൻ നാവിക് എന്നാണ്. ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററും ISRO നാവിഗേഷൻ സെന്ററിൻ്റെ ആസ്ഥാനം ബംഗളൂരുവിലെ ബ്യാലലുവുമാണ്. ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമുള്ള മറ്റു രാജ്യങ്ങളാണ് അമേരിക്ക GPS, റഷ്യ ഗ്ലൂനാസ്, ചൈന ബൈഡു, ഫ്രാൻസ് ഡോറിസ്, യൂറോപ്യൻ യൂണിയൻ ഗലീലിയോ. IRNSS 1A PSLV-C22 2013 ജൂലൈ 1. IRNSS 1B PSLV-C24 2014 ഏപ്രിൽ 4. IRNSS 1C PSLV-C26 2014 ഒക്ടോബർ 16. IRNSS 1D PSLV-C27 2015 മാർച്ച് 28. IRNSS 1E PSLV-C31 2016 ജനുവരി 20. IRNSS 1F PSLV-C32 2016 മാർച്ച് 10. IRNSS 1G PSLV-C33 2016 ഏപ്രിൽ 28. IRNSS 1I PSLV-C41 2018 ഏപ്രിൽ 12. IRNSS ശ്രേണിയിൽ പരാജയപ്പെട്ട 8ാമത്തെ ഗതിനിർണയ ഉപഗ്രഹമാണ് 2017 ഓഗസ്റ്റ് 31 PSLV-C39 നിന്നും വിക്ഷേപിച്ച IRNSS 1H. പ്രപഞ്ചത്തിന് നേർക്ക് തുറന്നു വയ്ക്കുന്ന ഇന്ത്യയുടെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ് PSLV-C13 വിക്ഷേപണ വാഹനത്തിൽ നിന്നും 2015 സെപ്റ്റംബർ 28 ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ച ആസ്ട്രോസ്റ്റാറ്റ് ആണ്. ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു വിദേശ ഉപഗ്രഹങ്ങൾ 6 എണ്ണമാണ്. ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയും ISROയും സംയുക്തമായി 2024 വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്ന ഉപഗ്രഹമാണ് തൃഷ്ണ. മത്സ്യത്തൊഴിലാളികൾക്ക് ദുരന്ത മുന്നറിയിപ്പ്, മത്സ്യബന്ധന മേഖലകളിലെ കാലാവസ്ഥാ പ്രവചനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ പ്രചരിപ്പിക്കുന്നതിനായി വികസിപ്പിച്ച ഉപഗ്രഹമാണ് ഗഗൻ ഇനാബിൾഡ് മറൈനേഴ്സ് ഇൻസ്ട്രുമെന്റ് ഫോർ നാവിഗേഷൻ ആൻഡ് ഇൻഫർമേഷൻ ജെമിനി. നൂതന റഡാർ ഇമേജിംഗ് ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങൾ ആഗോളതലത്തിൽ അളക്കുക എന്ന ലക്ഷ്യത്തോടെ നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യമാണ് നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. 2023 തുടക്കത്തിലാണ് ഈ പദ്ധതി സമാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. DTH ആപ്ലിക്കേഷൻ ആവശ്യങ്ങൾ നിറവേറ്റാൻ പാൻ ഇന്ത്യ കവറേജുള്ള 4180 കിലോഗ്രാം ഭാരമുള്ള 24 KU ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ISRO നിർമ്മിച്ച ആദ്യ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹമാണ് എറൈൻ
VVA 257 വാഹനത്തിൽ നിന്നും 2022 ജൂൺ 22 വിക്ഷേപിച്ച GSAT 24 ഭൗമോപരിതലത്തിലുള്ള ത്രിമാന ദ്വിമാന ദൃശ്യങ്ങൾ പകർത്തുന്നതിനു വേണ്ടി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ബഹിരാകാശത്തുള്ള ഇന്ത്യൻ ഉപഗ്രഹങ്ങൾക്ക് ഭീഷണിയാകുന്ന അവശിഷ്ടങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നതിനായി ISRO ആരംഭിക്കുന്ന ഏർലി വാർണിംഗ് സിസ്റ്റമാണ് പ്രോജക്റ്റ് നേത്ര. ശുക്രന്റെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായി ISRO ആസൂത്രണം ചെയ്യുന്ന ദൗത്യമാണ് ശുക്രയാൻ ഫസ്റ്റ്. ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യ ചൊവ്വാ ദൗത്യം, ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. ചൊവ്വാ ദൗത്യത്തിന്റെ ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. 2013 നവംബർ 5 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ച മംഗൾയാൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ്. അങ്ങനെ അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 ആണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പരിവേഷണ ദൗത്യം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം 2019 ജൂലൈ 22 ചാന്ദ്രയാൻ 2 ആണ്. വിക്ഷേപണ വാഹനം GSLV Mk3 M1. ചന്ദ്രനിൽ പതാക പാറിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ P വീരമുത്തുവേലും വിക്ഷേപണ വാഹനം GSLV Mark 3യുമാണ്. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനായി ISRO വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് ഭുവൻ കേരള. ISRO ആദ്യമായി പരീക്ഷിച്ച ക്രൂ എസ്കേപ്പ് സിസ്റ്റം ബഹിരാകാശ യാത്രികർക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് പാഡ് അബോർട്ട് ടെസ്റ്റ്. 2021 ചൊവ്വയിൽ എത്തിച്ചേർന്ന നാസയുടെ പരിവേഷണ പേടകമാണ് പെർസീവറൻസ്. ഇന്ത്യയുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷനാണ് ഗഗൻയാൻ. വിക്ഷേപണ വാഹനം GSLV Mk3. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലെ ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് IISU ആണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന വ്യോമമിത്ര റോബോട്ട് വികസിപ്പിക്കുന്ന സ്ഥാപനം. ഗഗൻയാൻ പദ്ധതിയിൽ ISROയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യങ്ങളാണ് ഫ്രാൻസും റഷ്യയും. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് പരിശീലനം നൽകുന്ന രാജ്യമാണ് റഷ്യ. ഈ പദ്ധതിയുടെ ആരംഭകാലത്ത് നേതൃത്വം നൽകുന്നതിനായി തിരഞ്ഞെടുത്ത മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബികയും പ്രോജക്ട് ഡയറക്ടർ R ഹട്ടണും ആണ്. ഈ ദൗത്യം പൂർത്തിയാകുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിയ മറ്റു രാജ്യങ്ങളാണ് റഷ്യ, ചൈന, അമേരിക്ക. 2021 ജൂലൈയിൽ പരീക്ഷിച്ച ഗഗൻയാൻ ദൗത്യത്തിൻ്റെ വിക്ഷേപണ വാഹനമായ GSLV Mk3ന്റെ ദ്രവ എഞ്ചിൻ ആണ് വികാസ്. ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുക എന്ന മുഖ്യധർമ്മം നിർവഹിക്കുന്ന ബഹിരാകാശ പഠനത്തിനായി ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ. മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകൾ ഏറ്റവും വലുത് സാറ്റേൺ 5 ആണ്. ഫാറ്റ് ബോയി, ബാഹുബലി, ഒബീഡിയൻ ബോയി എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റ് 640 ടൺ ഭാരമുള്ള 2017 ജൂൺ 5 വിക്ഷേപിച്ച GSLV Mk3 ആണ്. ഇതിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടന്നത് 2014 ഡിസംബർ 18 പുനരുപയോഗിക്കാൻ കഴിയുന്ന ISROയുടെ വിക്ഷേപണ വാഹനമാണ് 2016 മെയ് 23 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ച റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ RLV-TD. ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ വിക്ഷേപണ വാഹനമാണ് 2017 ഫെബ്രുവരി 15 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ച PSLV C-37. ഇതിൽ ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ എണ്ണം 3 ആണ്. ISROയുടെ 100ാമത്തെ ദൗത്യമായിരുന്നു 2012 സെപ്റ്റംബർ 9 വിക്ഷേപിച്ച PSLV C-21.
101ാമത്തെ ദൗത്യം 2013 ഫെബ്രുവരി 25 PSLV-20. ISROയുടെ 100ാമത്തെ ഉപഗ്രഹ വിക്ഷേപണമായിരുന്നു 2018 ജനുവരി 12 PSLV-C40 വാഹനത്തിലെ കാർട്ടോസാറ്റ് 2F. 3 ഇന്ത്യൻ ഉപഗ്രഹങ്ങളും 28 വിദേശ ഉപഗ്രഹങ്ങളും ആകെ 31 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. ഒറ്റ വിക്ഷേപണത്തിൽ 31 ഉപഗ്രഹങ്ങളെ ആദ്യമായി ഭ്രമണപഥത്തിൽ എത്തിച്ച വിക്ഷേപണ വാഹനമാണ് 2017 ജൂൺ 23 PSLV-C38. ഇതിൽ ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ എണ്ണം 2ഉം വിദേശ ഉപഗ്രഹങ്ങളുടെ എണ്ണം 29ഉം ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ വിക്ഷേപണ കേന്ദ്രമായ PSLV-C34ലെ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2Cയും ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം 1 കിലോഗ്രാം ഭാരമുള്ള സൊയയുമാണ്. PSLV-C34ലെ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉപഗ്രഹങ്ങൾ ചെന്നൈയിലെ സത്യഭാമ സാറ്റും പൂനെയിലെ സൊയവുമാണ്. 500 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹത്തെ 500 കിലോമീറ്റർ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന 3 ഘട്ടമുള്ള സോളിഡ് വാഹനമാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV. 2022 ജൂൺ 30 വിക്ഷേപിച്ച PSLVയുടെ 55ാമത് ദൗത്യമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ 2ാമത്തെ സമർപ്പിത വാണിജ്യ ദൗത്യം PSLV-C53. ISROയുമായി ഔദ്യോഗിക കരാറിലേർപ്പെട്ട ആദ്യ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ആണ് സ്കൈറൂട്ട് എയ്റോസ്പേസ്. 2022 മെയ്യിൽ സ്വകാര്യ ബഹിരാകാശ സംരംഭമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് എഞ്ചിൻ വിക്രം 1 റോക്കറ്റിൻ്റെ 3ാം ഘട്ട എഞ്ചിനുമായി പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിനാണ് കലാം 100. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളമാണ് ചന്ദ്രൻ. 1969 ജൂലൈ 21 അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൻഡ്രിൻ എന്നിവർ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ വാഹനമായ അപ്പോളോ 2ൽ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി. ഈ ബഹിരാകാശ വാഹനത്തെ നിയന്ത്രിച്ചത് മൈക്കൽ കോളിൻസ് ആണ്. എല്ലാ വർഷവും ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിനസ്മരണയ്ക്കായി ചാന്ദ്രദിനം ആചരിക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയും അമേരിക്കയുടേത് നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ നാസയും യൂറോപ്പിൻ്റേത് യൂറോപ്യൻ സ്പേസ് ഏജൻസി ESAയും ജപ്പാൻ്റേത് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി JAXAയും റഷ്യയുടേത് റഷ്യൻ സ്പേസ് ഏജൻസി RSAയും ചൈനയുടേത് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ CNSAയും ആണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.